ഇംഗ്ലണ്ട് സീരീസിൽ ഇന്ത്യക്ക് വേണ്ടി 5 മത്സരങ്ങളും കളിച്ച ഒരേയൊരു ഫാസ്റ്റ് ബോളറേ ഉള്ളൂ. അയാളുടെ പേര് മുഹമ്മദ് സിറാജ് എന്നാണ്. ബുംറ വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി 2 മത്സരങ്ങൾ മാറി നിന്നു. ബാക്കിയുള്ള ബോളേഴ്സ് പരുക്കുകൾ മൂലവും മോശം പെർഫോമൻസ് മൂലവും പുറത്തു നിൽക്കേണ്ടി വന്നു. എന്നാൽ സിറാജ് ഇന്ത്യക്ക് വേണ്ടി പന്തെറിയിൽ തുടർന്നു. സിറാജ് ഒരു കംപ്ലീറ്റ് ടീം ആണ്. ടീമിന് വേണ്ടി ഏതറ്റം വരെയും അയാൾ പോകും. ക്യാപ്റ്റൻ പറഞ്ഞാൽ സിറാജ് വന്ന് പന്തെറിയും. അതിപ്പോൾ എത്ര ലോങ് സ്പെൽ ആയാലും ഫുൾ എഫർട്ടിൽ തന്നെ എറിയും. ബുംറ കളിക്കാത്ത കളികളിൽ സിറാജ് ഭീകര പെർഫോമൻസ് ആണ് നടത്താറുള്ളത്. ഈ മാച്ചിലും അങ്ങനെ തന്നെ. ലഞ്ചിന് ശേഷമുള്ള സെക്ഷനിൽ സിറാജ് തീ തുപ്പുകയായിരുന്നു എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും. ലഞ്ചിന് ശേഷമുള്ള ഇന്ത്യൻ ബോളിംഗ് കണ്ടവർക്കറിയാം എത്രത്തോളം ത്രില്ലിംഗ് ആണ് ടെസ്റ്റ് മാച്ചുകൾ എന്ന്. സിറാജ് ഇംഗ്ലണ്ടിന്റെ 4 വിക്കറ്റ് എടുത്തു. 4 ടോപ്പ് ബാറ്റേഴ്സ് ജോയ് റൂട്ട്, ഒലി പോപ്പ്, ജേക്കബ് ബെദൽ, ഹാരി ബ്രൂക്ക്. ഇതിൽ ബെദലിനെതിരെ സിറാജ് എറിഞ്ഞ പന്ത് ലൈവ് കണ്ടവർ ഭാഗ്യവാന്മാരാണ്. ഈ പരമ്പരയിൽ തന്നെ ഏറ്റവും മികച്ച ബോൾ എന്ന് ഞാൻ പറയും. ബെദലിനൊരു ക്ലൂ പോലും ഉണ്ടായിരുന്നില്ല. ബോൾ ഡയറക്റ്റ് ഫുട്ടിന്റെ തൊട്ട് മുകളിൽ വന്ന് ഹിറ്റ് ചെയ്തു. ആ ഒരു മൊമെന്റിൽ ഉണ്ടായ ഒരു ഹാപ്പിനെസ്, ഇതുപോലൊരു ട്രാക്കിൽ, ഇതുപോലൊരു ഗ്രൗണ്ടിൽ, ഇതുപോലൊരു അറ്റ്മോസ്ഫിയറിൽ ക്വാളിറ്റി ഫാസ്റ്റ് ബോളിംഗ് കാണുന്നത് തന്നെ ത്രില്ലിംഗ് ആണ്. ലൈവ് കാണാത്തവർ ഹൈലൈറ്റ്സ് എങ്കിലും തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. പ്രസീദ് കൃഷ്ണ ഒരറ്റത്ത് പിന്തുണ കൊടുത്തപ്പോൾ മിന്നും തുടക്കം കിട്ടിയ ഇംഗ്ലണ്ടിനെ സിറാജ് ചുരുട്ടിക്കൂട്ടി എന്ന് തന്നെ പറയാം. എന്തായാലും സൂപ്പർ പെർഫോമൻസ് സിറാജ്. ഭയങ്കര ത്രില്ലിംഗ് ആയാണ് ഈ മത്സരം മുന്നോട്ട് പോകുന്നത്. ജയ്സ്വാളിന്റെ സൂപ്പർ ബാറ്റിംഗ് തുടരുന്നുണ്ട്. മത്സരം ഇന്ന് എല്ലാവരും ലൈവ് കാണാൻ ശ്രമിക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നന്ദി.